നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഒരു പ്രമുഖ പത്രമാധ്യമത്തിൻ്റെ ഓൺലൈൻ പേജിൽ വന്നിട്ടുള്ള വാർത്ത വായിക്കുകയാണ് ഇവിടെ. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിൻ്റെ ചെറിയ ഭാഗം കാണിക്കുന്നുണ്ട്. വീഡിയോ കാണുക. ആ വാർത്ത ഇങ്ങനെയാണ്: സംസ്ഥാനത്ത് പുതിയ വീടുകൾ നിർമ്മിക്കുമ്പോൾ സോളാർ പ്ലാന്റ് നിർബന്ധമാക്കിയേക്കും. 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തൃതിയുള്ള വീടുകൾക്കായിരിക്കും ഇത്. വിസ്തൃതി ഇതിന് താഴെയാണെങ്കിലും പുതിയ വീടുകളിൽ പ്രതിമാസം 5000 രൂപയിലധികം വൈദ്യുതി ബില്ല് വന്നാലും പ്ലാന്റ് വേണമെന്ന വ്യവസ്ഥയും കൊണ്ടുവന്നേക്കും. ഇതിലൂടെ പുരപ്പുറ സോളാർ വൈദ്യുതി ഉൽപ്പാദനം 3 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാമെന്നാണ് പ്രതീക്ഷ. 2025 കരട് വൈദ്യുതി നയത്തിലെ ശുപാർശയാണിത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനമുണ്ടായേക്കും. ഇതിനായി കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടി വരും. ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയിച്ച പദ്ധതിയാണിത്. റെസിഡൻസ് അസോസിയേഷനുകൾ, ഫ്ളാറ്റ് സമുച്ചയങ്ങൾ എന്നിവയ്ക്ക് കൂട്ടായും പ്ലാന്റ് സ്ഥാപിക്കാം. ഒഴിഞ്ഞ സ്ഥലങ്ങൾ കൂട്ടം ചേർന്ന് വാങ്ങിയോ ലീസിനെടുത്തോ പ്ലാന്റ് സ്ഥാപിച്ച് വീടുകളിലേക്ക് ഉപയോഗിക്കുന്ന സംവിധാനവും ഏർപ്പെടുത്താം. ഓരോ വീടിനും സോളാർ പ്ലാന്റ് വേണമെങ്കിൽ ഇളവ് നൽകിയാകും ഈ വ്യവസ്ഥ കൊണ്ടുവരിക. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പ്രസിദ്ധീകരിച്ച 2025-26 വർഷത്തെ പുനരുപയോഗ ഊർജ നിയന്ത്രണ ചട്ടങ്ങളിലും ഇതിന് അനുസൃതമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പൊതു തെളിവെടുപ്പുകൾ അടുത്ത മാസങ്ങളിൽ നടക്കും. അധിക ബാധ്യത വരില്ല. ഒരു സബ് ടൈറ്റിലാണ്: 1. വീടുകളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡിയും വായ്പാ സൗകര്യവുമുണ്ട്. 2. അതിനാൽ 3 മുതൽ 5 കിലോവാട്ട് വരെയുള്ള പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ജനങ്ങൾക്ക് വലിയ ബാധ്യതയാകില്ലെന്ന് വിലയിരുത്തൽ. അടുത്തൊരു സബ് ടൈറ്റിൽ: വീടുകളിൽ EV ചാർജിംഗ് സംവിധാനവും വേണം. വീടുകളിൽ പ്രത്യേകം വെഹിക്കിൾ ചാർജിംഗ് സംവിധാനം ഒരുക്കണമെന്ന നിബന്ധനയും കൊണ്ടുവന്നേക്കും. വൈദ്യുതി വാഹനങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണിത്. പലരും നിലവിലെ വൈദ്യുതി കണക്ഷനിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നത്. ഇത് ട്രാൻസ്ഫോർമർ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. വോൾട്ടേജ് ഏറ്റക്കുറച്ചിലിനും ഇടയാക്കുന്നു. അതിനാൽ കൂടുതൽ വൈദ്യുതി ലോഡുള്ള സംവിധാനം വീടിൻ്റെ വൈദ്യുതി ഉപയോഗത്തിന് അനുസൃതമായി സ്ഥാപിക്കണമെന്നാണ് ശുപാർശ. ഈ വാർത്ത പ്രധാനമന്ത്രി സൂര്യഘർ യോജനയുമായി കൂട്ടി വായിക്കേണ്ടതാണ് എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടി സൂചിപ്പിച്ചു പോകാം. 2024 ഫെബ്രുവരി 29 റെസിഡൻഷ്യൽ വീടുകൾക്ക് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ഇനി ഇതിലേക്ക് വേണ്ട എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. അപേക്ഷകൻ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ മേൽക്കൂരയുള്ള വീട് സ്വന്തമായിരിക്കണം. സാധുവായ വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം. വീട്ടുകാർ സോളാർ പാനലുകൾക്ക് മറ്റ് സബ്സിഡികൾ ഒന്നും നേടിയിട്ടില്ലാത്തവരായിരിക്കണം. വാടകക്കാരാണെങ്കിൽ കെട്ടിട ഉടമയുടെ സമ്മതപത്രം കൊടുക്കേണ്ടി വരും. കേരളത്തിൽ KICBയിലൂടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് എന്നതുകൊണ്ട് KICB വഴി അപേക്ഷിക്കാൻ കഴിയും. ഓൺലൈനിലൂടെ നേരിട്ട് അപേക്ഷിക്കാനും കഴിയും. ഓൺലൈനിലൂടെ അപേക്ഷിക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. പുരപ്പുറ സോളാർ പദ്ധതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാൻ വേണ്ടി ആദ്യം ഗൂഗിളിൽ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. നാഷണൽ പോർട്ടൽ ഫോർ റൂഫ്ടോപ്പ് സോളാർ എന്ന ഓപ്ഷൻ വരും. https://pmsuryaghar.gov.in എന്ന സൈറ്റാണ് വരിക. അതിൽ ക്ലിക്ക് ചെയ്ത് സൈറ്റിലേക്ക് പോകാം. അവിടെ പദ്ധതിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളുണ്ടാകും. അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് അതെല്ലാം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. താഴേക്ക് പോകുമ്പോൾ വിവിധ തരത്തിലുള്ള പെർ കിലോവാട്ടിനനുസരിച്ചുള്ള സബ്സിഡികളെക്കുറിച്ച് കാണാം. പിന്നീട് ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സിനെ കുറിച്ചും കാണാം. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞ് 6 സ്റ്റെപ്പുകളെക്കുറിച്ച്
ഇവിടെ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടെന്ന് ഇവിടെ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയ ശേഷം മുകളിലുള്ള മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറേ ഓപ്ഷനുകൾ വരും. ആ ഓപ്ഷനുകളിൽ നിന്ന് കൺസ്യൂമർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തൊട്ട് താഴെയായി കുറച്ച് ഓപ്ഷനുകൾ കൂടി വരും. ആ കൺസ്യൂമർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓപ്ഷനുകൾ കൂടി വരും. അതിൽ നിന്നും അപ്ലൈ നൗ എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. ഈ പേജിലും ആപ്ലിക്കേഷൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് കാണാം. സബ്സിഡി അപ്രൂവൽ ആകുന്നത് വരെയുള്ള 10 ഘട്ടങ്ങൾ ഉണ്ടാവും. അത് നമുക്ക് നോക്കി മനസ്സിലാക്കാം. വീണ്ടും തിരിച്ച് മേലോട്ട് വന്നതിന് ശേഷം അപ്ലൈ ഫോർ റൂഫ് ടോപ്പ് സോളാർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് തുറന്നു വരുന്ന പേജിലും ഇതുപോലെ സ്റ്റെപ്പുകൾ കാണാം. ആ സ്റ്റെപ്പുകളെ കുറിച്ച് വിവരിച്ചിട്ട് കാണാം. താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അടിയിലായി മൊബൈൽ നമ്പർ ചോദിച്ച കോളത്തിൽ മൊബൈൽ നമ്പർ കൊടുത്ത് തൊട്ടു താഴെ കാണുന്ന ക്യാപ്ച കാൽക്കുലേറ്റ് ചെയ്ത് എൻ്റർ ക്യാപ്ച എന്ന കോളത്തിൽ ടൈപ്പ് ചെയ്യുക. ശേഷം തൊട്ടു താഴെ എസ് ഐ ഹാവ് റീഡ് ആൾ ദ ഗൈഡ്ലൈൻസ് ഓഫ് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്നതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ എന്നൊരു ബട്ടൺ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP നമ്പർ ആ ചോദിക്കുന്ന കോളമുണ്ട്. ആ കോളത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു പേജ് വരും. കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്ന ഹെഡിങ്ങോടെയാണ് ആ പേജ് വരുന്നത്. അവിടെ എൻ്റർ നെയിം എന്ന കോളത്തിൽ പേര് ടൈപ്പ് ചെയ്യുക. തൊട്ട് താഴെ മൊബൈൽ നമ്പർ ആൾറെഡി വന്ന് കിടക്കുന്നുണ്ടാവും. താഴെ ഇമെയിൽ ID കൊടുക്കുക. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കുക. തൊട്ട് താഴെ കാണുന്ന സെലക്ട് സ്റ്റേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ സ്റ്റേറ്റുകളുടെ ഓപ്ഷൻ വരും. ആ ഓപ്ഷനുകളിൽ നിന്ന് കേരള തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. താഴെയുള്ള കോളത്തിൽ പിൻകോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന കാര്യങ്ങൾ അപേക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളായതിനാൽ സ്റ്റെപ്പ് 6 നോക്കി മനസ്സിലാക്കി വരുന്ന ഫോമിലെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. സ്റ്റെപ്പ് 6 വായിച്ചാൽ നമുക്കറിയാം പിന്നീട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. അത് വായിച്ച് നോക്കിയാൽ മതി. സ്റ്റെപ്പ് 6ൽ പറഞ്ഞിട്ടുണ്ട്, റിക്വസ്റ്റഡ് കൺസ്യൂമർ ക്യാൻ സബ്മിറ്റ് അപ്ലിക്കേഷൻസ് എയ്തർ ത്രൂ വെണ്ടർ സെലക്ഷൻ. കൺസ്യൂമർ ക്യാൻ അപ്ലൈ ഫോർ സോളാർ റൂഫ് ടോപ്പ് ബൈ സെലക്ടിംഗ് സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി or utility and enter consumer account number. Then click on fetch details after loading the consumer details. Then click on next to start filling for submission of application. ഇത് വായിച്ചാൽ തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. വെണ്ടർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വെണ്ടർമാരെ തിരഞ്ഞെടുക്കണം. അത് വെണ്ടർ എന്ന ഓപ്ഷനിൽ പോയിട്ട് സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്ത് നോക്കിയാൽ ഏതൊക്കെ വെണ്ടർമാരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. പിന്നെ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എന്ന് പറയുന്നത് കേരളത്തിൽ KICB ആണ്. കൺസ്യൂമർ അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി കൺസ്യൂമർ നമ്പറാണ്. അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടി വരും. ഒന്നുകൂടി ഈ പ്രോസസ്സിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. 1. കൺസ്യൂമർ രജിസ്ട്രേഷൻ. 2. ആപ്ലിക്കേഷൻ സബ്മിഷൻ. 3. ഫീസിബിലിറ്റി അപ്രൂവൽ. 4. വെണ്ടർ സെലക്ഷൻ. 5. വർക്ക് സ്റ്റാർട്ട്. 6. സോളാർ ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസ്. 7. പ്രൊജക്റ്റ് ഇൻസ്പെക്ഷൻ. 8. പ്രൊജക്റ്റ്
കമ്മീഷനിങ്, 9 സബ്സിഡി റിക്വസ്റ്റ്, 10 സബ്സിഡി അപ്രൂവൽ. അങ്ങനെ 10 ഘട്ടങ്ങളാണ്. ഓർക്കുക, ചാടിപ്പിടിച്ച് ഒന്നും ചെയ്യരുത്. വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആലോചിച്ച് തീരുമാനമെടുത്ത് ശേഷം മാത്രം അപേക്ഷിക്കുക. KICBയിൽ ബന്ധപ്പെട്ടാലും വിശദ വിവരങ്ങൾ കിട്ടും, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും. ഓക്കെ, വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.